2024 ഏപ്രിൽ ജൂൺ കാലഘട്ടത്തിൽ ഗുജറാത്തിലെ ആവറേജ് ഒരു ഏണിങ്സ് പെർ ഡേ ഒരു ദിവസമുള്ള ഒരു കാഷ്വൽ ലേബറിൻ്റെ ഒരു ദിവസമുള്ള വരുമാനമെന്ന് പറയുന്നത് 375 രൂപയാണ്. ക്രിസ്റ്റഫർ ജെഫ്രലെറ്റ് എന്ന് പറയുന്ന പ്രശസ്ത ചരിത്രകാരൻ അദ്ദേഹം ഈ ഒരു സാധനം ഇപ്പോൾ തന്നെ ഉന്നയിച്ചുകൊണ്ട് അദ്ദേഹം ഒരു വിശദമായ ഒരു ലേഖനം എഴുതിയിട്ടുണ്ട്. എന്തുകൊണ്ടാണ് ഗുജറാത്തിൽ നിന്നുള്ള ഒരു സാധനം പറയണത്. ഇപ്പോൾ 2-3 കാര്യങ്ങൾ അദ്ദേഹം പറയുന്നുണ്ട്. ഗുജറാത്തിൻ്റെ ചരിത്രപരമായിട്ടുള്ള ഒരു ഡെവലപ്മെൻറ്റ് പാത്തും അത് എങ്ങനെയാണ് മോഡി ഇപ്പം പ്രധാനമന്ത്രിയും നേരത്തെ ഗുജറാത്ത് മുഖ്യമന്ത്രിയായിരുന്ന നരേന്ദ്രമോദിയുടെ സമയത്ത് അദ്ദേഹം അഡോപ്റ്റ് ചെയ്ത പോളിസികൾ എങ്ങനെയാണ് ഗുജറാത്തിൻ്റെ നേരത്തെ ഉണ്ടായിരുന്ന ഒരു സമീപനത്തിൽ നിന്ന് മാറിയതെന്നുള്ളത്. അപ്പോൾ ഈ 2 കാര്യങ്ങളിലും ചില ബിഗ് ഡാറ്റ പോയിന്റുകൾ നമുക്ക് ഇതിനകത്തുനിന്ന് ഇത് ചെയ്യാൻ പറ്റും. അപ്പോൾ ഒരു കാര്യം അദ്ദേഹം പറയുന്നത്, ഗുജറാത്ത് ഇന്ത്യയിലെ ഏറ്റവും വലിയ ഡെവലപ്ഡ് ഒരുപക്ഷെ ഏറ്റവും ഇതായിട്ടുള്ള GDPയും ഗ്രോത്തും മറ്റ് കാര്യങ്ങളും ഉള്ളപ്പോൾ തന്നെ അവിടെ വലുതായിട്ടുള്ള മാസ് പോവർട്ടിയും ഉണ്ടെന്നുള്ളതാണ്. ഇതൊരു 2 കോൺട്രാസ്റ്റാണ് ഗുജറാത്തിൽ കാണുന്നത്. അതായത് 2022 പീരിയോഡിക് ലേബർ സർവേ റിപ്പോർട്ട് എന്ന് പറയുന്നതിന് അദ്ദേഹം കോട്ട് ചെയ്യുന്നുണ്ട്. അതനുസരിച്ചിട്ട് 2022 റിപ്പോർട്ട് അനുസരിച്ചിട്ട് ഗുജറാത്തിലെ വർക്കേഴ്സിൻ്റെ 74% കാഷ്വൽ വർക്കേഴ്സാണ്. അതായത് ഒരു തരത്തിലുള്ള ലേബർ കോൺട്രാക്റ്റോ ഡോക്യുമെൻറ്റേഷനോ ഇല്ല, രേഖകളും ഇല്ലാത്തവരാണ്. ഇത് തമിഴ്നാടുമായിട്ട് കമ്പയർ ചെയ്യുമ്പം ഇത് 53% തമിഴ്നാട്ടിലെ ഈ പറയുന്ന കാഷ്വൽ വർക്കേഴ്സ് എന്ന് പറയുന്നത്. അപ്പോൾ കാഷ്വലൈസേഷൻ ഓഫ് ദ ലേബർ, ഇന്ത്യയിലെ ഏറ്റവും കൂടുതൽ കാഷ്വലൈസേഷൻ ഓഫ് ദ ലേബർ ഉള്ള പ്രധാന സംസ്ഥാനങ്ങളിൽ ഒന്നാണ് ഗുജറാത്ത്. കർണാടകത്തിൽ 41% മാത്രമേ ഉള്ളൂ കാഷ്വൽ ലേബറേഴ്സ്, അതായത് പ്രോപ്പർ റിട്ടേൺ എംപ്ലോയ്മെൻറ്റ് ഡോക്യുമെൻ്റ് ഇല്ലാതെ കാഷ്വലായിട്ട് വർക്ക് ചെയ്യുന്നവർ. അപ്പോൾ ഈ കാഷ്വലൈസേഷൻ്റെ വേറൊരു ഫാൾ ഔട്ട് അദ്ദേഹം പറയുന്നത് എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുറഞ്ഞ വേതനമാണ്. ഗുജറാത്തിലെ ശരാശരി ഒരു 2024 ഏപ്രിൽ ജൂൺ കാലഘട്ടത്തിൽ ഗുജറാത്തിലെ ആവറേജ് ഒരു ഏണിങ്സ് പെർ ഡേ ഒരു ദിവസമുള്ള ഒരു കാഷ്വൽ ലേബറിൻ്റെ ഒരു ദിവസമുള്ള വരുമാനമെന്ന് പറയുന്നത് 375 രൂപയാണ്. ഇത് നാഷണൽ ആവറേജിനേക്കാൾ കുറവാണ്. 433 രൂപയാണ് നാഷണൽ ആവറേജ്. പിന്നെ ഇപ്പോൾ കേരളവുമായിട്ട് കമ്പയർ ചെയ്യുമ്പോഴത്തേക്ക് അത് ആൾമോസ്റ്റ് അതിൻ്റെ പകുതി കൂടുതലാണ്. കാരണം കേരളത്തിലെ ആവറേജ് ഏണിങ് 836 രൂപയാണ്, തമിഴ്നാട്ടിൽ 584 രൂപയാണ്. എന്തിനധികം പറയുന്നു, ബീഹാറിനേക്കാൾ പോലും കുറവാണ് അവിടുത്തെ. ബീഹാറിൽ 426 രൂപയാണ്. ഇതെല്ലാം ഔദ്യോഗിക കണക്കുകളാണ്. ഏറ്റവും ഗുജറാത്തിനേക്കാൾ ഈ നിലയിൽ ഉള്ളത് ഛത്തീസ്ഗഡ് മാത്രമാണ്. 295 രൂപയായിരുന്നു അവിടുത്തേത്. അപ്പം ഇത്തരത്തിലുള്ള ഒരു ഇത് വരുമ്പോഴത്തേക്ക് ഇത് ആരാണ്? അപ്പോൾ ഇതിന് അദ്ദേഹം വേറെ ഒരു കാര്യങ്ങൾ പറയുന്നു. മോഡി ഗവൺമെൻറ് വന്നതിന് ശേഷം ആണ് അവരുടെ ഫോക്കസ്, മുഖ്യമന്ത്രി എന്നുള്ള നിലയിൽ മോഡിയുടെ ഫോക്കസ് ബിഗ് ടിക്കറ്റ് ഇൻവെസ്റ്റ്മെൻറ്റുകൾ കൊണ്ടുവരിക എന്നുള്ളതാണ്. വലിയ ഹൈ ഇൻഫ്രാസ്ട്രക്ചറുകൾ അങ്ങനെയുള്ള സാധനങ്ങൾ കൊണ്ടുവരിക. 1000 കോടി അല്ലെങ്കിൽ 2000 കോടി ഈ നിലയിലുള്ള ഒരു ഇത്. ഇപ്പോൾ ഗുജറാത്തിന് അതുവരെ ഉണ്ടായിരുന്ന ഒരു പാറ്റേൺ എന്ന് പറഞ്ഞാൽ സ്മോൾ ആൻഡ് മീഡിയം എൻ്റർപ്രൈസസ് ആയിരുന്നു. ഈ സ്മോൾ ആൻഡ് മീഡിയം എൻ്റർപ്രൈസസിലായിരുന്നെങ്കിൽ എംപ്ലോയ്മെൻറ്റ് ജനറേഷനും കൂടുതലായിരുന്നു. മറ്റേ ഈ വലിയ ബിഗ് ടിക്കറ്റ് ഇൻവെസ്റ്റ്മെൻറ്റിൽ എംപ്ലോയ്മെൻറ്റ് ജനറേഷൻ വളരെ കുറവും ക്യാപിറ്റൽ ഇൻവെസ്റ്റ്മെൻറ്റ് വളരെ കൂടുതലുമായിട്ടുള്ള ഒരു സാധനം വന്നു. അപ്പം ഈ ക്യാപിറ്റൽ ഇൻവെസ്റ്റ്മെൻറ്റും എംപ്ലോയ്മെൻറ്റ് ജനറേഷനും തമ്മിലുള്ള ഒരു വലിയൊരു മിസ്മാച്ച് അവിടെ ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ ഈ മിസ്മാച്ചിൻ്റെ ഒരു ഫലമായിരിക്കും ഒരു പക്ഷേ ഈ നിലയിലുള്ള ഈ ഒരർത്ഥത്തിൽ അത് മാസ് പോവർട്ടി ഒരു സ്ഥലത്തേക്ക് വരുന്നു, വേറൊരു സ്ഥലത്തേക്ക് ഇതിൽ തന്നെ വരുന്ന ആളുകളുടെ മൈഗ്രേഷൻ എന്ന് പറയുന്നത്. അതല്ലെങ്കിൽ ഈ ആസ്പയറിങ് മിഡിൽ ക്ലാസ് എന്ന് പറയുന്ന ഒരു വർഗത്തിൽ നിന്നായിരിക്കും ഒരു പക്ഷേ ഈ അമേരിക്കയിലേക്ക് ഈ കുടിയേറിയിട്ടുള്ളത്. ഇപ്പം പ്രധാനമന്ത്രി തന്നെ പറയുന്നുണ്ടായിരുന്നു, ഇത് ഹ്യൂമൻ ട്രാഫിക്കിങ്ങിൻ്റെ ഒരു സംഭവമാണ്. അപ്പോൾ ഈ ഹ്യൂമൻ ട്രാഫിക്കിംഗ് എന്ന് നമുക്ക് പറയാം, പക്ഷേ ഹ്യൂമൻ ട്രാഫിക്കിങ് വെറുതെ അല്ല നടക്കുന്നത്. ഭയങ്കര കോസ്റ്റായിട്ടുള്ളൊരു സാധനമാണ്. ഇപ്പോൾ ഗുജറാത്തിൽ സാധാരണ പറയുന്നത്, ഇപ്പം ഈ തിരിച്ച് 142 പേരെ അവർ അമേരിക്കയിൽ നിന്ന് തിരിച്ചയച്ചപ്പോഴത്തേക്ക് അവർ മുഴുവൻ പറഞ്ഞത് എന്താണ്, ശരാശരി 40 ലക്ഷം രൂപയാണ് കൊടുത്തിട്ട് പോയിട്ടുള്ളത്. ഈ 40 ലക്ഷം രൂപ കൊടുക്കാനായിട്ട് ഏറ്റവും പോവർട്ടി റിഡൻ ആയിട്ടുള്ള മനുഷ്യന് പറ്റില്ല. അപ്പോൾ ഒരു മിഡിൽ ക്ലാസ് എന്നോ അല്ലെങ്കിൽ ലോവർ മിഡിൽ ക്ലാസ് എന്നോ ഒക്കെ പറയുന്ന
അല്ലെങ്കിൽ ലോവർ മിഡിൽ ക്ലാസ്സും അല്ല, അതിനേക്കാൾ ഉയർന്നൊരു മിഡിൽ ക്ലാസ് എന്ന് പറയുന്ന ഒരു കക്ഷിക്കായിരിക്കും 40 ലക്ഷം രൂപ കൊടുക്കാൻ പറ്റണം. അപ്പോൾ ഈ 40 ലക്ഷം രൂപ കൊടുത്തു പോകുന്ന ഈ ആസ്പയറിങ് മിഡിൽ ക്ലാസ് ആണ് ഇന്ന് കയ്യും കാലും കെട്ടി നമ്മളെ മറ്റേ ഇതുപോലെ അടിമകളെ പോലെ തിരിച്ച് കൊണ്ടുവന്ന് ഡംപ് ചെയ്യപ്പെടുന്നത്. ഇതാണ് ഗുജറാത്ത് മോഡലിനകത്ത് ഇപ്പം നേരിടുന്ന ഒരു 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 എന്താ പറയുന്നത്, അതിൻ്റെ ഒരു സ്റ്റാർക്ക് റിയാലിറ്റിയാണ് നമ്മൾ കാണുന്നത്. അപ്പോൾ ഇതിനെ നമ്മൾ എങ്ങനെയാണ് മനസ്സിലാക്കേണ്ടതെന്നുള്ളതാണ് നമുക്ക് ഈ മൈഗ്രൻ്റ് ഇഷ്യൂ പറയുമ്പോഴത്തേക്ക് നമ്മൾ ഇത് പറയുമ്പോഴത്തേക്ക് അമേരിക്ക ചെയ്യുന്ന നീതിരഹിതമായ അല്ലെങ്കിൽ യാതൊരു മാനുഷിക പരിഗണനയും ഇല്ലാതെ അവിടെ നിന്ന് പുറത്താക്കപ്പെടുന്ന അല്ലെങ്കിൽ അവിടെ അവരുടെ നിയമം ലംഘിച്ച് അതിനകത്ത് കയറിയെന്ന് പറഞ്ഞ് അവർ പുറത്താക്കപ്പെടുന്ന ഈ ജനതയുടെ അല്ലെങ്കിൽ ഈ ജനങ്ങളുടെ ഈ നമ്മുടെ ഇവിടുത്തെ അവസ്ഥ അതിനെക്കുറിച്ചിട്ട് നമുക്ക് ചർച്ച ചെയ്യേണ്ടതുണ്ട്, അല്ലെങ്കിൽ നമ്മുടെ സമൂഹത്തിന് അതിനെക്കുറിച്ച് ആലോചിക്കേണ്ടതുണ്ട്.